ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഉത്തരാഖണ്ഡ് സീരീസിലെ 4ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ താമസിച്ച ഇന്നലത്തെ സ്ഥലത്ത് നിന്നും തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കട്ടോ. രാവിലെ 8:30 ആയിട്ടുള്ളൂ. ഇനി എങ്ങാനും റോഡ് ബ്ലോക്ക് ആയാലോ എന്ന് വെച്ചിട്ടാണ്. നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്, ക്ഷീണമുണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അത് കാരണം നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി. ഇതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ച ലാൻഡ് സ്ലൈഡ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് റോഡ് മുഴുവൻ മൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നടക്കാൻ ഭാഗത്തിന് ഒന്ന് ശരിയാക്കി തന്നതാണ്. പോലീസുകാരും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇത് കാരണമാണ് നമ്മൾ ഇന്നലെ രാത്രി ഇതിനകത്ത് പെട്ടത്. എന്താ അല്ലേ, എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാം. വേഗം പോവാം. മഴ പെയ്തിട്ടേ നദിയൊക്കെ ഭയങ്കര ഭയാനകമായിട്ടാണ് ഒഴുകുന്നത്. ഇത് നോക്കി അടുത്തത്. ദൈവമേ, എന്താണിത്? ഓ അയ്യോ, ബാ സൈഡിലൂടെ പോവാ. ഭയങ്കര ഡേഞ്ചറാ. പെട്ടെന്ന് പോയില്ലെങ്കിലേ പണിപ്പാളും. ക്യൂ നോക്കിയ താഴത്തേക്ക് ഇറങ്ങാനുള്ളവരുടെ എനിക്ക് തോന്നുന്നു ഇന്നലെയും മിനിഞ്ഞാന്നും ഒന്നും താഴത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് റോഡ് തുറന്നു കൊടുത്തപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് സ്റ്റക്കായതാ. എല്ലാവരും കൂടെ താഴത്തേക്ക് ഇറങ്ങാനുള്ള തിരക്കാണ്. ഇനി എങ്ങനെ എപ്പോൾ എത്താനാണാവോ താഴെ? പതുക്കെ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങാം. അയ്യോ, വീണ്ടും പെട്ടു. ഇതിന്റെ ഇടയിൽ കൂടെ ഒരുത്ത സ്കൂട്ടറിൽ. എന്റെ പൊന്നോ, എന്തൊക്കെ ഇവിടെ കാണേണ്ടത്. നമ്മളെ ഇവിടെ നിന്ന് പോലീസുകാർ ക്യൂ ആക്കിയിട്ടാണ് വിടുന്നത്. അതാണ് ആ തിരക്ക് കണ്ടത്. ഇനി എന്തിനാണ് ഇങ്ങനെ ക്യൂ ആക്കി വിടുന്നത്? തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അല്ലെങ്കിൽ വല്ല ലാൻഡ് സ്ലൈഡ് മുന്നിൽ വന്നോ ചെറിയ വഴിയാണോ എന്നുള്ളത് അറിയില്ല. ഫുൾ ക്യൂ ആണ് കണ്ടോ. ഫൈനലി നമ്മളെ വണ്ടി മറ്റേ ജീപ്പ് കടന്ന് ഡ്രോപ്പ് ചെയ്തില്ലേ കേദാർനാഥ് കയറുന്നതിന് മുന്നേ ആ സ്ഥലത്തെത്തി. ഇനി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം, റൂം കിട്ടുമോ നോക്കണം. കേദാർനാഥ് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ്. നമ്മൾ കയറിയ സമയം സണ്ണി ആയിരുന്നു, നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് കയറുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതായത് ഈ മഴയും കയറ്റം കയറലും ഒക്കെ കൂടെ ആകുമ്പോൾ ശരിക്കും മടുക്കും. നമ്മൾ കയറിയത് നല്ല നേരത്താണ് നമ്മൾ കയറിയത്. തിരിച്ചിറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ച് പണി കിട്ടിയുള്ളൂ. അയ്യോ, ഫൈനലി നമുക്ക് സോനപ്രയാഗിൽ റൂം കിട്ടി. ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ഫ്രഷായി, കുളിയൊക്കെ കഴിഞ്ഞു. നല്ല മഴയാണ് പുറത്ത്. ഇനി വീണ്ടും കോട്ടിട്ടിട്ട് തന്നെ പോകണം. 3 മണിക്കൂർ നേരത്തേക്ക് 500 രൂപയ്ക്കാണ് നമുക്ക് റൂം കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് പ്ലാന് ശരിക്കും ബദ്രിനാഥ് വിസിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ബദ്രിനാഥിൽ ഹെവി റെയിൻഫോളും അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രേ ഇവിടെ നിന്ന് ഒരു 120 കിലോമീറ്ററോളേ ഉള്ളൂ. പക്ഷേ സമയം കാണിക്കുന്നത് 8-9 മണിക്കൂറാണ്. അപ്പോൾ റോഡ് ബ്ലോക്കും ലാൻഡ് സ്ലൈഡും എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ പോരാത്തതിന് മറ്റന്നാൾ നമ്മൾക്ക് റിട്ടേൺ ടിക്കറ്റ് ഡൽഹിയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നല്ല, ഋഷികേശിൽ നിന്ന് ഡൽഹിക്ക് തന്നെ ഏകദേശം 6 മണിക്കൂർ ട്രെയിനിൽ പോകണം. ഇവിടെ നിന്ന് ഋഷികേശ് എത്തണമെങ്കിൽ തന്നെ ഒരു 10 മണിക്കൂർ എടുക്കും. അപ്പോൾ പിന്നെ വീണ്ടും ബദ്രിനാഥ് വരെ പോയിട്ട് തിരിച്ചിറങ്ങുക എന്ന് പറയുമ്പോഴേക്കും അവിടെ പോയാൽ ചിലപ്പോൾ നമ്മൾ ലോക്കാവും. നമ്മൾ മേലെ പെട്ടതുപോലെ നമ്മൾ ചിലപ്പം ലോക്കാവും. അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ ഇനി നേരെ ഇവിടെ നിന്ന് സോനപ്രയാഗിൽ നിന്ന് ബസ്സോ ജീപ്പോ എങ്ങനെ എടുത്തിട്ട് ഋഷികേശിക്ക് പോകാനാണ് പ്ലാന്. ഋഷികേശിൽ നിന്ന് ഡൽഹിക്ക് ട്രെയിൻ കയറിയിട്ട് ഒരു ദിവസം ഡൽഹി എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് നാട് പിടിക്കാം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ കുറേ പ്ലാൻ ചെയ്യും, വേറെ എന്തെങ്കിലുമൊക്കെ നടക്കും. കാരണം ഇപ്പോൾ ഭയങ്കര ബാഡ് വെതറാണ് ഇവിടെ. നല്ല മഴയും നല്ല ലാൻഡ് സ്ലൈഡും. എന്താ പറയുക, എന്തായാലും തിരിച്ചെത്തി, റൂം എടുത്തു. ഇനി വണ്ടി നോക്കട്ടെ. അപ്പോൾ സോനപ്രയാഗിൽ നിന്ന് ഋഷികേശിക്ക് നമുക്കൊരു ടാക്സി കിട്ടി. 5000 പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു 3200 ഇങ്ങോട്ട് വന്നത്. അങ്ങനെ വില പേശി ഒരു 4 രൂപയ്ക്ക് ഉറപ്പിച്ചു. 4000 രൂപയ്ക്ക് വലിയ എമൗണ്ട് അല്ല അല്ലേ? ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്. നമ്മൾ ഷെയർ ടാക്സി തന്നെ എടുത്തിട്ട് 3200 അപ്പോൾ വണ്ടി പോട്ടെ ഋഷികേശിലേക്ക്. നീ എന്ത് ബാഗൊക്കെ അങ്ങ്? എൻ്റെ ഇല്ലേ, അതാ 3 ബാഗ് വെച്ചാൽ മതി എന്ന് പറഞ്ഞ ബാഗ് ആണോ? ഡിക്കി കർ ദിയ, ബന്ദ് കർ ദിയ.
ഡ്രൈവർ ബ്രോക്ക് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മൾ ആലു പറാത്തയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത്, അതുകൊണ്ട് വലിയ വിശപ്പില്ല. മൂപ്പർക്ക് ഉറക്കം വരുന്നുണ്ടായിരിക്കും, മൂപ്പര് കഴിക്കട്ടെ. കുറേ ദൂരം പോകാനുള്ള, രാത്രി ഒരു 8-8:30 ആവും നമ്മൾ ഋഷികേശ് എത്തുമ്പോൾ. വരുന്ന വഴിയൊക്കെ ലാൻഡ് സ്ലൈഡുകൾ ഇങ്ങനെ കണ്ടു കേട്ടോ. എടാ ഇവിടെ നമ്മൾ പോകുമ്പോൾ നിർത്തിയല്ലേ? ഇവിടെ നമ്മൾ പോകുമ്പോൾ നിർത്തിയായിരുന്നു. ലൈവായിട്ടൊരു ലാൻഡ് സ്ലൈഡ് തൊട്ട സൈഡിൽ. അപ്പോൾ നമ്മളോട് ഡ്രൈവർ പറയാ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ നമ്മളോട് ഡ്രൈവർ പറയാ ഞാൻ നേരെ ആയിരിക്കും നോക്കിയിരിക്കുന്നുണ്ടാവുക, നിങ്ങൾ സൈഡിൽ എന്തെങ്കിലും ലാൻഡ് സ്ലൈഡ് ഉണ്ടെങ്കിൽ പറയണമെന്ന്. എത്തൊരു അവസ്ഥയാണ് നോക്കി. അയ്യോ ഇത് പറയണ്ട. ബോർഡ് വെച്ചത് ലാൻഡ് സ്ലൈഡ്. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് 1:45 കയറിയിരിക്കണം വണ്ടിയിൽ. ഇപ്പം സമയം 11 മണിയായി. ഇപ്പോഴാണ് ഋഷികേശ് എത്തുന്നത്. നമ്മൾ വരുന്ന വഴി, സാധാരണ വരുന്ന വഴിയിൽ ലാൻഡ് സ്ലൈഡ് കാരണം, സച്ച് വണ്ടി സാധാരണ വരുന്ന വഴിയിൽ ലാൻഡ് സ്ലൈഡ് കാരണം അവിടെ ബ്ലോക്കായി. അത് കഴിഞ്ഞിട്ട് 100 കിലോമീറ്റർ ഡൈവേഷനൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഒരു സംഭവ ബഹുലമായ റൈഡായിരുന്നു. ഇനി നാളെയാണ് നമുക്ക് ഇവിടെ നിന്ന് ഡൽഹിക്ക് പോകാനുള്ള ബസ് വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഋഷികേശിൽ റൂം എടുത്തു. ഇവിടെ ഒരു 3 പേർക്ക് എടുക്കാം. ഇവിടെ ഒരു സോഫ കം ബെഡ് ഉണ്ട്, ഇവിടെ ഒരാൾക്ക് എടുക്കാം. 1500 രൂപയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റൂമാണ്. പോരാത്തതിന് നമ്മളുടെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് തൊട്ട് ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്ക് രാവിലെ കംഫർട്ടബിളായിട്ട് പോവുകയും ചെയ്യാം. പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങണം, ആർക്കും വയ്യ, ക്ഷീണിച്ചിരിക്കുന്നു. അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മൾ ഋഷികേശിൽ നിന്ന് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കിടിലം ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അത് അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. ഒറ്റ ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ കുത്തി നിറച്ച്. ശ്യാമുട്ട നീ എവിടെടാ? അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഋഷികേശ് വിടാൻ നേരത്ത് നല്ല സണ്ണി വെതറായി. ഇന്നലെ മുഴുവൻ മഴ പെയ്തിട്ട് നമ്മളിപ്പോൾ ഋഷികേശിൽ നിന്ന് പോകുമ്പോൾ നല്ല അടിപൊളി കാലാവസ്ഥ. അത് പിന്നെ അങ്ങനെ വരുവുള്ളല്ലോ. 8:55 നമ്മുടെ വണ്ടി. 8:58 അവർ നല്ല പങ്ക്ച്വലിൽ കൊണ്ടുവന്ന വണ്ടിയാണത്, ഫ്ലിക്സ് ബസ്. നമ്മളൊരു 3 മിനിറ്റ്സ് ലേറ്റ് ആയി. മുപ്പര് വിളിച്ചു, പക്ഷേ കുഴപ്പമില്ല, വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ബസ്. ബസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആദ്യം ബസ്സിലൊന്ന് കയറട്ടെ, അതിന് ശേഷം പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ വെക്കാം. നമുക്ക് ഡൽഹി വരെ 5 മണിക്കൂർ കൊണ്ട് എത്തിക്കാൻ പോകുന്ന വണ്ടിയാണിത്. അടിപൊളിയല്ലേ? ഈ ഒരു വിൻഷീൽഡ് തന്നെ കണ്ടോ, എന്തൊരു വലുതറിയോ. ബാക്ക് മുതൽ ഫ്രണ്ട് വരെ ഒറ്റ വിൻഷീൽഡ്. നമുക്ക് നല്ല കാഴ്ചയൊക്കെ കണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് പോവാം. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കിയ ഒരു ഗ്രീൻ കളറിൽ ഭയങ്കര രസമല്ലേ കാണാൻ. ഇവിടെ നിന്ന് ഡൽഹിക്ക് 5 മണിക്കൂറോളം വരും. എത്ര രൂപയാണ് ഡൽഹിക്ക് ഒരാൾക്ക്? 300 സംതിങ്ങേ ഉള്ളൂ ഒരാൾക്ക് ഈ ബസ്സിൽ. ഇത്രയും അടിപൊളിയായിട്ടുള്ള ബസ്സിൽ ഡൽഹി വരെ. അത് നല്ലൊരു ഡീലല്ലേ. ഈ ഫ്ലിക്സ് ബസ് ഉണ്ടല്ലോ, ഫ്ലിക്സ് ബസ് ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. എനിക്കറിയില്ലായിരുന്നു, സച്ചുവാണ് പറഞ്ഞത്. സച്ചു അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയും. അപ്പോൾ ഈ ഫ്ലിക്സ് ബസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞത് എൻ്റെ ഒരു സീനിയർ സ്റ്റാഫ് കൊളീഗ് ഉണ്ടായിരുന്നു. മറ്റേ മൂപ്പര് ഫ്രഞ്ചുകാരനാണ്. മൂപ്പര് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഇവിടെ ഋഷികേശ് എത്തിയപ്പോൾ ഞാനൊരു പച്ച ബസ് കണ്ട്, എനിക്ക് അറിയണ്ടായിരുന്നില്ല. ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഫ്ലിക്സ് ആണ്. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ അത് യൂറോപ്പിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇന്ത്യയിൽ അത് വന്നിട്ടില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. കേരളത്തിലൊക്കെ വരുന്നേ ഉള്ളൂ. കേരളത്തിൽ വരുമെന്ന് എനിക്ക് അറിയില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇത് അഫോർഡബിൾ ആണ്, എന്നാൽ നല്ല ലക്ഷറി ഒരു കൺവീനിയൻ്റ് ആണ്, നല്ല ലക്ഷറി ആണ്. അടിപൊളി ബസ് കേട്ടോ. അതാണ് എൻ്റെ ഫ്രണ്ട് സൈഡ്. എന്ത് കംഫർട്ട് അറിയാതിരിക്കാൻ, ഭയങ്കര സ്മൂത്ത് ഡ്രൈവിങ്ങും. ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് സമയം 10:45. ചായ കുടിക്കാനായിട്ടൊരു ഹോട്ടലിൽ നിർത്തിയിരിക്കുകയാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ. ഇതുവരെ ഇത്രയും നല്ല ഹോട്ടലൊന്നും കണ്ടില്ല. നമ്മൾ പോയ സ്ഥലത്തൊക്കെ എന്താ പറയുക, ചെറിയ ചെറിയ ദാബ സെറ്റപ്പായിരുന്നു. ഇത് കൊള്ളാം. ഞാൻ ആലു പൊറോട്ടയൊക്കെ മതിയായി എനിക്ക്. പക്ഷെ സച്ചു ആലു പൊറോട്ടയാണ് കഴിക്കുന്നത്. എനിക്ക് മടുത്തില്ല അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമല്ല നോർത്ത് ഇന്ത്യൻ ഫുഡ്. എനിക്ക് കുറച്ച് ദിവസം കഴിച്ചപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാനൊരു പൂതി. അപ്പോൾ ഞാൻ 2 ഇഡ്ഡലി പറഞ്ഞു. ഇഡ്ഡലിയുടെ മുകളിൽ എന്തൊക്കെയാണ് ഇത്? മല്ലിയിലയും ക്യാരറ്റൊക്കെ, പിന്നെ സാമ്പാർ, ചമ്മന്തി, ചട്നി. ആലു പൊറോട്ടയുടെ കൂടെ ബട്ടറുണ്ട്, ഒരു ഗ്രീൻ ചട്നി, സാലഡ്, പിന്നെ വേറൊരു സ്പൈസി ചട്നി.
കൊള്ളാം. പുട്ടും ശ്യാമുട്ടനും വന്നില്ല, വിശക്കണില്ല അത്ര. ക്ഷീണം ബാധിച്ചു, എല്ലാവർക്കും ക്ഷീണം ബാധിച്ചു. എന്താ കഴിക്കാൻ വരാഞ്ഞ്? വയ്യ. കുറേ ദിവസമായില്ല ഇറങ്ങിയിട്ട്, ക്ഷീണിച്ചു, വയ്ക്കണില്ല. പിന്നെ നമുക്ക് ഡൽഹി പോയിട്ട് 2 ദിവസം എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഇന്ന് ബസ്സിൽ ഉച്ചവരെ ഫുൾ ഉറക്കം. ഇനി പോയി കിടന്ന് ഉറങ്ങട്ടെ. 2 മണിക്ക് നമ്മൾ അങ്ങനെ ഡൽഹിയിൽ എത്തിയിരിക്കുന്നു. ഡൽഹിയിൽ ഇനി നമുക്ക് മെട്രോ സ്റ്റേഷൻ തിരയണം. മെട്രോയിൽ കയറിയിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. നമ്മൾ മെട്രോ സ്റ്റേഷനെത്തി. മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് കുത്തബ് മിനാറിലേക്കാണ്. കുത്തബ് മിനാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുത്തബ് മിനാറിൽ തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കാം. മെട്രോ സ്റ്റേഷനിലെ QR കോഡ് ഉണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഓപ്പൺ ആവും? സൈറ്റ് ഓപ്പൺ ആവും. സൈറ്റിൽ നമ്മൾ എത്ര ആൾക്കാരാണെന്ന് കൊടുത്തതിന് ശേഷം പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. കൊച്ചി മെട്രോ ഡൽഹി മെട്രോൻ്റെ 7 അയലത്തേക്ക് വരില്ല. കൊച്ചി മെട്രോ ഒരു ചെറുതല്ലേ. ഡൽഹി മെട്രോ കൊണ്ട് ഫുൾ കണക്റ്റഡ് ആണ്. പക്ഷേ മെട്രോ കാണാനൊക്കെ നമ്മുടെ കൊച്ചി മെട്രോ പോലെ തന്നെയാണ് കേട്ടോ. മെട്രോ സ്റ്റേഷൻ ആണെങ്കിലും മെട്രോ ആണെങ്കിലും ഒക്കെ നമ്മുടെ കൊച്ചി മെട്രോൻ്റെ ഒരു അതേപോലെയാണ് കാണാൻ. എവിടെ ഇരിക്കാം? National Common Mobility Card compliant RuPay, debit or prepaid card issued by banks is valid for travel in the Delhi Metro. Discount up to 20% is also applicable. അപ്പോൾ നമ്മൾ കുത്തബ് മിനാർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട് കുത്തബ് മിനാർ മോണിമെൻറ്റിൻ്റെ അവിടേക്ക്. ഓട്ടോയിൽ പെർ ഹെഡ് 20 രൂപയാണ് കേട്ടോ മോണിമെൻറ്റിൻ്റെ അടുത്തേക്ക്. ഊബർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 120-130 രൂപ വരും. അപ്പോൾ ഓട്ടോ എടുക്കുന്നതാണ് നല്ലത്. ഇവിടെ നിന്ന് വന്നിട്ട് ടിക്കറ്റ് എടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അതിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുകയാണ്. കുത്തബ് മിനാർ ടിക്കറ്റ് എന്ന് ഗൂഗിളിൽ അടിച്ചാൽ ഓൺലൈനായിട്ട് കിട്ടും. ഇവിടെ 35 രൂപയാണ് ഓൺലൈന്. നോർമൽ ടിക്കറ്റ് ആണെങ്കിൽ, അതായത് ക്യൂവിൽ നിന്നിട്ട് എടുക്കുകയാണെങ്കിൽ 20 രൂപയും. സോ ഹിയർ ഇറ്റ് ഈസ് ദ ഗ്രേറ്റ് കുത്തബ് മിനാർ. ആ ഒരു ചെരിവ് കാണണമെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് പോയി എന്നാൽ അങ്ങോട്ടേക്കാണ് ചെരിവ്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഗൈഡിനെ പർച്ചേസ് ചെയ്യാം. നമ്മളെന്തായാലും ഇപ്പോൾ ഗൈഡിനെ എടുത്തിട്ടില്ല. കൂടുതലും ഫോറിനേഴ്സാണ് ഗൈഡ്സിനെ എടുക്കുന്നത്. ഇഷ്ടിക കൊണ്ടാണ് കേട്ടോ അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാറാണ് ഈ കുത്തബ് മിനാർ എന്ന് പറയുന്നത്. ഈ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഒരിടം പിടിച്ചിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ കുത്തബ് മിനാർ. ക്യാമറയിൽ എത്രമാത്രം ചരിവ് വ്യക്തമാവുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവിടെ നിന്ന് കാണുമ്പോൾ ചരിവ് മനസ്സിലാവുന്നുണ്ട്. ക്യാമറയിൽ അത് എടുത്ത് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. നമുക്കിവിടെ വന്നാലേ ഇന്ദിരാഗാന്ധി എയർപോർട്ട് തൊട്ടടുത്തായതുകൊണ്ട് ഇടയ്ക്ക് ഫ്ലൈറ്റ് ഇതിൻ്റെ തൊട്ടടുത്ത് കൂടെ ഇങ്ങനെ പോകുന്നത് കാണാൻ. അത് കാണാൻ ഭയങ്കര രസമാണ്. നമുക്കിനി അധിക നേരം സമയമില്ല, കാരണം നമ്മൾ തിരിച്ച് ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് രാത്രി 8 മണിക്ക് കേരള എക്സ്പ്രസ്സിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് തൊട്ടപ്പുറത്ത് ലോട്ടസ് ടെമ്പിളോടെ ഉണ്ട്. തിരിച്ച് മെട്രോ എടുത്തിട്ട് വേണം ലോട്ടസ് ടെമ്പിളിലേക്ക് പോകാൻ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ലോട്ടസ് ടെമ്പിളിൽ കാണാം. ലോട്ടസ് ടെമ്പിളിൻ്റെ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് കൽക്കാജി മന്ദിരമാണ്. അപ്പോൾ നമുക്ക് കുത്തബ് മിനാറിൽ നിന്ന് ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ കൽക്കാജി മന്ദിർ സ്റ്റേഷനിലെത്താം. അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് ഈ ലോട്ടസ് ടെമ്പിൾ കേട്ടോ. അപ്പോൾ ഇത്രയും വലുതാണ് കൽക്കാജി മന്ദിർ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ എങ്ങോട്ടേക്ക്? ലോട്ടസ് ടെമ്പിളിലേക്ക്. എവിടെ ഓട്ടോ ഒന്നുമില്ല, ഇവിടെ ഓട്ടോ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഓട്ടോ എടുക്കാം. ചെറുതായിട്ടൊന്ന് പണി പാളി, കാരണം 5:30 വരെയാണ് എൻട്രി ടൈം. നമ്മൾ കുറച്ച് ലേറ്റായി പോയി. കയറ്റുമെന്ന് വിചാരിച്ചു, പക്ഷേ കയറ്റിയില്ല, ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇവിടെ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ കാണാം കേട്ടോ ലോട്ടസ് ടെമ്പിൾ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ 5:30യുടെ മുന്നേ വന്നാൽ മാത്രമേ കയറാൻ പറ്റൂ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മളെപ്പോലെ കുറേ ആളുകൾ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ലേറ്റായുള്ളൂ, പക്ഷേ നമുക്ക് കയറാൻ പറ്റിയില്ല. ആക്ച്വലി ഞങ്ങൾ ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത്. അതിനുശേഷം ഇന്നാണ് കുത്തബ് മിനാറും ലോട്ടസ് ടെമ്പിളൊക്കെ കാണാൻ ഇറങ്ങിയത്. അതിനിടയിൽ ഞങ്ങളൊരു കിഡിലെ സ്പോട്ടിൽ സ്റ്റേ ചെയ്തു, ജോയ്സ് ഹോസ്റ്റൽ എന്നുണ്ട്. നിങ്ങളത് കാണിച്ചില്ല. നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ ഡ്രസ്സും മാറിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. 8 മണിക്ക് നമുക്ക് നാട്ടിലേക്കുള്ള ട്രെയിനാണ്. ഇപ്പോൾ 7:15 തുടങ്ങി. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടിട്ട് പോകാം. ജോയ്സ് ഹോസ്റ്റൽ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളെപ്പോലെയുള്ള ബാക്ക് പാക്ക് ട്രാവലേഴ്സിന് വളരെ അഫോർഡബിൾ ആയിട്ട് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ജോയ്സ് ഹോസ്റ്റൽ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുണ്ട്. അഫോർഡബിൾ എന്ന് പറയുമ്പോൾ പെർ ഹെഡ് 750 രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് റേറ്റ് വരിക. കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു സംഭവമാണിത്. നമ്മൾക്കൊരു ശീലമുണ്ടല്ലോ എഴുതി വെക്കുക എന്നുള്ളത്. അങ്ങനെ എഴുതി വെക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ചുമരുകളാണിത്.
ഇവിടെ കയറി വരുമ്പോൾ തന്നെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ മലയാളികൾ വന്നിട്ട് എഴുതി വെച്ചതാണ്. കയറി പാടാം മക്കളെ. ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ കേട്ടോ. ഇവിടെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ആൾക്കാർ ഇരുന്നിട്ട് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്തരത്തിൽ ഒരുപാട് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഈ 750 റുപ്പീസ് പെർ ഹെഡ് എന്ന് പറയുന്നത് ഡോർമെട്രിയാണ്. ഇവിടെ റൂംസ് അവൈലബിൾ ആണ്, പക്ഷേ നമുക്ക് കിട്ടിയില്ല, ഫുള്ളായി പോയി. ഇതാണ് ജോയ്സ് ഹോസ്റ്റലിലെ ഡോർമെട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബങ്ക് ബെഡായിട്ടാണ് വരിക. അതിൽ നീറ്റ് ആൻഡ് ക്ലീൻ ബെഡ് കിട്ടും, ബ്ലാങ്കറ്റ് കിട്ടും, പിന്നെ ഇവിടെ ലോക്കറും സംഭവങ്ങളൊക്കെ ഉണ്ട്, ഒരു റീഡിംഗ് ലാമ്പ്, AC ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയല്ലേ. ഡൽഹി മെട്രോയിൽ വരികയാണെങ്കിൽ നിങ്ങൾ ലക്ഷ്മി നഗർ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് ഒരു 350 മീറ്ററേ ഉള്ളൂ ജോയ്സ് ഹോസ്റ്റലിലേക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവരായിട്ടൊക്കെ സംസാരിച്ച് നമുക്ക് ഫ്രണ്ട്സ് ആവാം. അങ്ങനെയുള്ള വൈബ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ഈ ജോയ്സ് ഹോസ്റ്റൽ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുണ്ട്. നമ്മളിപ്പോൾ ഡൽഹിയിലെ ഒരു ജോയ്സ് ഹോസ്റ്റലിലാണ് ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ജോയ്സ് ഹോസ്റ്റൽ തിരയണം ഗൂഗിൾ മാപ്പിൽ. കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ താമസിക്കാൻ ശ്രമിക്കണം. അതൊരു ഡിഫറെൻറ്റ് വൈബാണ് ഇവിടെ. എങ്ങനെ ഉണ്ടായിരുന്നു ജോയ്സ് ഹോസ്റ്റൽ? അടിപൊളിയല്ലേ? നമ്മൾ തിരിച്ച് നാട്ടിലെത്തി. ഡൽഹി മുതൽ ഇതുവരെയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എടുത്തതാണല്ലോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഉത്തരാഖണ്ഡ് സീരീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ വീണ്ടും മറ്റൊരു യാത്രയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. അപ്പോൾ ഗൈസ്, ഇവര് നമ്മുടെ കൂടെ ഞാൻ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. കാരണം നമുക്ക് നാളെ കേദാർനാഥ് കയറിയിട്ട് പിന്നെ ഇറങ്ങിയിട്ട് ഈ ചെറ്റകളെ എന്നെ വ്ളോഗ് എടുക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. എന്തായാലും അപ്പോൾ ഇന്നത്തെ ഈ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെയും ബൈ, ഗുഡ് നൈറ്റ്. ഇത് സീറ്റ് സൈഡ് മാറിയതിന്റെ അങ്കാണത്. സച്ചൂര് ഇവിടെ ഇരിക്കണം, സച്ചൂര് ഇവിടെ ഇരിക്കണം, ശ്യാമുട്ടന് ഇവിടെ ഇരിക്കണം. അടി തന്നെ നഴ്സറി പിള്ളേരെ പോലെ അടി കൂടാതെ കേറണ എവിടെയെങ്കിലും. ഓക്കെ അല്ലേ? അപ്പോൾ വീണ്ടും മറ്റൊരു യാത്രയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.